ഹായ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റൈറ്റ് വിഷന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ടോപ്പിക്ക് മുതുകാടിന്റെ വിഷയം തന്നെയാണ്. അപ്പോ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ് മുന്നോട്ട് പോകാൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. വിയോജിപ്പുള്ളവരുണ്ടാവും, ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും. അപ്പൊ ഏവരും അത് കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഈ മുതുകാടിന്റെ വിഷയമായിട്ട് ഒരുപാട് ചാനലുകളാണ് ഇതിലേക്ക് വരുന്നത്, യൂട്യൂബിൽ വരുന്നത്. ഇപ്പൊ ചാനൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടിയുണ്ട്. നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ അതിന് തന്നെ വേണ്ടി ഒരു എപ്പിസോഡ്. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ മേലേക്ക് കയറുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയണം. പിന്നെ ആ മാധ്യമം ചാനലിൽ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ അതില് അവര് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് എനിക്കും പറയാനുള്ളത്. അവര് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മുതുകാടും അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. അപ്പോ അല്ലാതെ സീക്രട്ട് ഏജന്റ് ഇപ്പോ ജംഗ്ഷൻ അങ്ങനത്തെ ഇതിലൊക്കെ ഇപ്പൊ ഒരു അമ്മേനെ കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോലെ ജംഗ്ഷൻ ഹാക്കിലെ യൂട്യൂബ് ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു അമ്മച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്, അവര് സംസാരിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പുറത്തുള്ള അവര് മാത്രം ഒരു പറ്റെന്ന് പറയേണ്ട ഒരു 2-3 ആൾക്കാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, അതല്ല അവിടെ ഉള്ള ആൾക്കാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനമായിട്ട് യാതൊരു വിധത്തിലുള്ള വീഡിയോ കിട്ടിയില്ല. നമ്മൾ വെറുതെ സാധൻ സാറെ ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ അപമര്യാദമായിട്ട് പറയാനോ അല്ല. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റിയോടെ അവിടെ പോവുകയും ചെയ്ത് അതിൻ്റെതായ കാര്യങ്ങൾ അദ്ദേഹം കണ്ടിട്ട് നമ്മളെ മനസ്സിലാക്കി തന്ന് നമ്മളെ മീഡിയയിലൂടെ അത് നമ്മളെ കാണിച്ചും തന്നെയുണ്ട്. ഇവരൊന്നും അതല്ല ചെയ്യുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ. എതിർത്തിട്ട് എന്താക്കണം, ഇവരെ ചാനലിൽ കൂടെ ഇതാക്കണം. ഇന്നിപ്പോ തന്നെ സീക്രട്ട് ഏജന്റ് എന്താ പറഞ്ഞതാണെങ്കിൽ ഇതിൽ എങ്ങനെ പരാതി കൊടുക്കും? എന്താ പരാതി കൊടുത്തിട്ട് സാമൂഹ്യ നീതി വകുപ്പിന് പരാതി കൊടുക്കണ്ടേ? ഒരു പരാതിയും പോയിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പൊ അതെങ്ങനെ? വെറുതെ ആരോപണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ആരോപണങ്ങൾ നടത്തുന്നേരം വെറും ആരോപണങ്ങളായി മാറരുത്. അല്ലാതെ അതിനെ തെളിയിക്കാനുള്ള തെളിവുകളാണ് ഇവർ കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് വെറുതെ ഒരാൾക്കെതിരെ ഇങ്ങനെ പടച്ചു വിട്ടിട്ട് കാര്യമില്ല. എന്തെങ്കിലും വിധത്തിൽ ഒരാളെ ചവിട്ടി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അയാളെ കളങ്കപ്പെടുത്തിയിട്ടോ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? അതാണ് പറയുന്നത്. എന്താണ്, ഒരുപാട് നമ്മളെ പോലുള്ള ആൾക്കാരല്ല, നമുക്കൊക്കെ എന്ത് പണിക്കും ഏത് കാര്യത്തിനും പോകാൻ പറ്റും. പക്ഷെ ഇതൊരു ഭിന്നശേഷിക്കാരുടെ പ്രശ്നം ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിൽ ഇടപെടുന്നത്. എന്താണ്, ഭിന്നശേഷിക്കാർക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ സാജൻ സാറ് ചാനലിൽ തന്നെ ഞാനിതിൽ തന്നെ 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സാജൻ സാറ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അമ്മമാരെ ബൈറ്റ് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള അമ്മമാര് പറയുന്നതും കളവാണോ? നിങ്ങൾ കൊണ്ടുവരുന്ന അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും മാത്രമാണോ, അവിടെ വർക്ക് ചെയ്ത ആൾക്കാരും പറയുന്നത് മാത്രമാണോ സത്യം? അതാണോ? അതല്ല. അവിടെ ഇപ്പോൾ ആരും വർക്ക് ചെയ്യാനില്ലേ? ഈ മുതുകാടിന്റെ ഗുണ്ടാ സംഘങ്ങളാണ് അവിടെ എങ്കിൽ അതല്ല. മുതുകാടിന് അത്രയും പേടിയായിരുന്നു ഷിഹാബിനെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ പേടി മാറിയോ? അപ്പൊ ഇപ്പൊ ഗുണ്ടാ സംഘങ്ങൾ ഇല്ലേ മുതുകാടിനൊപ്പം? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതല്ലായിരുന്നു വേണ്ടത്. 5 വർഷം കഴിഞ്ഞിട്ടല്ല. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയാണ്. അന്നും അദ്ദേഹം പ്രശസ്തൻ തന്നെയാണ്, ഇന്നും അദ്ദേഹം പ്രശസ്തൻ തന്നെയാണ്. ആ ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹം ഒരു മാധ്യമത്തിനോ മറ്റുള്ള കാര്യത്തിനോ വിളിച്ചിട്ട് ഇന്ന സംഭവങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടെങ്കിൽ നമുക്കൊക്കെ വിശ്വാസയോഗ്യമാകായിരുന്നു. അതല്ല ഇപ്പൊ നടന്നത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് പ്രസ് മീറ്റിൽ അദ്ദേഹം സംസാരിച്ചത്. അതല്ലല്ലോ ചെയ്യേണ്ടത്. ആ സമയത്ത് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള ജനത തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. എവിടെയോ കിടക്കുന്ന, കാനഡയിലോ മറ്റോ കിടക്കുന്ന ഒരു സുനിതാ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ തന്നെയുള്ള ഒരു അമ്മേന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ആ മുതുകാട് ഇങ്ങനെയാണ് ഇന്നതാണ് ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി മുറവിളി കൂട്ടുന്നേരം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? പിന്നെ ഒരു കാര്യം നമ്മൾ അറിയാനായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പത്മശ്രീയോ മറ്റോ കാര്യങ്ങളോ ലഭിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഇത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോ അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് സംശയിച്ചുകൂടാ? സംശയിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് അത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു
കാര്യമുണ്ട്. ഒരാൾ ഉയർന്നു വരുന്നത് കണ്ടാൽ ഇവിടെ തന്നെ നമ്മൾ കണ്ടതാണ് പ്രിയദർശനും മറ്റുള്ള കാര്യങ്ങൾ. പ്രിയദർശനൊക്കെ നല്ല സിനിമ, പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ വളരാൻ സമ്മതിക്കൂല. അദ്ദേഹം ഹിന്ദി സിനിമയിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു വാല്യൂ ഇപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ തകർന്നടിയായിരുന്നു അദ്ദേഹം. അതേപോലെ അല്ല ഇത് എന്നാണ് ഞാൻ പറയുന്നത്. ഭിന്നശേഷിക്കാരായ ആൾക്കാര്, അതും ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥാപനത്തിലും ഓരോരോ നിയമാവലികൾ ഉണ്ടാവും. അത് നമ്മൾ പാലിച്ചേ പറ്റൂ. അങ്ങനെ നമുക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ആ അമ്മ അവിടെ തന്നെ നിൽക്കണമെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. അല്ലാതെ ഇതെന്താണ്, ആ കുട്ടിയുടെ അപ്പൊ അമ്മ, ആ രക്ഷിതാവ് വേണമെന്ന് പറയുന്നതിൽ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും. അല്ലാതെ ആ കുട്ടീനെ മാത്രം അവിടെ വെച്ചിട്ട് ചെയ്യുന്ന ഇവര് പറയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് ഗവൺമെന്റ് അതിനൊരു എന്താ പറയാ അന്വേഷണ കമ്മീഷനോ അന്വേഷണങ്ങളോ വെച്ചിട്ട് ഇത് തെളിയിക്കാനുള്ള കാര്യങ്ങൾ ഇവര് കൊടുക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത് വെറുതെ ഒരു ആരോപണങ്ങളായിട്ടും പ്രത്യാരോപണങ്ങളായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഏറ്റെടുത്തതും ഇത് സംസാരിക്കുന്നതും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും കൂടി ചവിട്ടി മെതിക്കുകയാണ് അദ്ദേഹത്തെ. ആ സ്ഥാപനത്തിനെ ഇല്ലായ്മ ചെയ്യാനാണോ ഈ ഒരു പരിപാടി നടത്തുന്നതെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് നമ്മൾ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏതൊരു സ്ഥാപനമോ എന്തോ ആയിക്കോട്ടെ, എന്തൊരു സ്ഥാപനമോ എന്ത് കാര്യങ്ങളായിട്ടുണ്ടെങ്കിലും അത് ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ചവിട്ടി മെതിച്ച് അത് ഇല്ലാതാക്കാൻ പെട്ടെന്ന് കഴിയും, അതാർക്കും കഴിയും. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് നല്ല ഹൃദയത്തിന്റെ ഉടമയായ അദ്ദേഹത്തിന്റെ ആ മനസ്സ് നമ്മൾ കണ്ടുകൂടാതിരിക്കരുത്, കാണാതെ പോവരുത്. അതാണ് ഞാൻ പറയാനുള്ളത്. എന്താണ്, എനിക്കോ നിങ്ങൾക്കോ ഈ കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അങ്ങനത്തെ ഒരു കുട്ടീനെ ഒരു 4 മണിക്കൂർ വേണ്ട, ചെറിയൊരു നിമിഷം പോലും ചിലപ്പോൾ നോക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരൂല, പല കാരണങ്ങളാൽ. അപ്പോ അങ്ങനത്തെ ഒരു എബിലിറ്റി, അങ്ങനത്തെ ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികളെ വളർത്തുന്ന ആ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നേരം നമ്മൾ ശബ്ദം ഉയർത്തിയേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് നിങ്ങൾ ആരോപിക്കുന്നത്. നമ്മൾ അതിനെതിരെ, നിങ്ങൾക്കെതിരെ അല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കൂടെ വന്നിട്ട് അദ്ദേഹത്തിനെ ചവിട്ടി മെതിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ എങ്ങനെ സ്ഥിരമായിട്ട് ഒരു വീഡിയോ തന്നെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ആരോപണത്തിന്റെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ആ വിശ്വാസ്യതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എന്താണ്, നിങ്ങൾ എന്താണോ തെളിവുള്ള ആ കാര്യസാഹിതം ഗവൺമെന്റിനെ സമീപിക്കുകയും ആ സാമൂഹ്യ നീതി വകുപ്പിനെ സമീപിക്കുകയും അതിൻ്റെതായ രീതിയിലുള്ള പോലീസ് കേസ് വേണമെന്ന് പറയുന്നില്ല. മന്ത്രിക്ക് പോയിട്ട് അതിന്റെ ആ ഒരു റിപ്പോർട്ട് കാര്യങ്ങൾ ഇന്നതാണ് എന്ന് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാതെ വെറുതെ ദിവസവും മുതുകാടിനെതിരെ ഇങ്ങനെ നിരന്തരം വീഡിയോ ഇട്ട് അദ്ദേഹത്തിനെ അടച്ചാക്ഷേപിക്കുന്ന ഈ പരിപാടി അപലപനീയം തന്നെയാണ്. അത് ആരായാലും അപലപനീയം തന്നെയാണ്. എന്താണ്, ഇങ്ങനത്തെ കുട്ടികളുള്ള അവരെ നോക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. അപ്പോ ആ ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടോ, ആ കാണുന്ന ആൾക്കാരോടും പറയാനുള്ളത് നിങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം. അത് നിങ്ങൾക്ക് ഇതേമാതിരി യൂട്യൂബ് ചാനൽ തുടങ്ങിയാണെങ്കിലും നിങ്ങൾ ചെയ്യണം. എന്താണ്, ഒരു മൊബൈൽ ഫോൺ മതി, ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം. ആർക്കും സിമ്പിൾ കാര്യമാണ്. ഇപ്പോ ഏതൊരു ചെറിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ആ പണമുള്ളവന് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ചാനലൊന്നല്ലത്. ഇങ്ങനെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊരു ചാനൽ തുടങ്ങാം, നമുക്ക് സംസാരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കണം, പ്രതികരിക്കണം. പ്രതികരണശേഷി നഷ്ടപ്പെടരുത്. എന്താണ്, ഇത്രയും വൃത്തികേടുകളും വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നവരും നമ്മൾ പ്രതികരിച്ച് ശരിയാവുക. എന്താണ്, നാളെ നമ്മളെ കുടുംബത്തിനും നമ്മളെ വീട്ടിലും ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല. അതൊക്കെ ദൈവം തരുന്നതാണ്. ആ കുട്ടിയെ അവിടെയുള്ള അമ്മ പറയുന്ന ബൈറ്റ് വരെ ഞാൻ എന്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ അമ്മ പറയാണ് ഒരു മോന് 9 ലക്ഷമായി, 6 വർഷമായിട്ടേ ഉള്ളൂ, 9 ലക്ഷം സാലറി ആ മോമായി. ഞാൻ പറയാലോ, ഞാനിപ്പോ ഇത്രയും കാലമായിട്ട് 6 വർഷത്തിനിടയിൽ 9 ലക്ഷം പോലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആ ഒരു സംഖ്യ, എനിക്കിപ്പോ ഇത്രയും വയസ്സായി, അതിന്റെ ഇടയിൽ 9 ലക്ഷം കണ്ടില്ല. പക്ഷെ ആ കുട്ടി വാങ്ങി. അപ്പൊ ഇത്രയും രീതിയിൽ അവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തകർക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതും. ഇനി മുന്നോട്ട് നമ്മൾ ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങൾ പറയും ചിലപ്പോൾ മുതുകാടാണ് എനിക്ക് ശമ്പളം തരുന്നത്. ഞാൻ അതും കാണിച്ചേണ്ടി നിങ്ങൾക്ക്. ഞാൻ ഓടിന്റെ കൂലിപ്പണി എടുക്കുന്ന ആളാണ്. എനിക്ക് യൂട്യൂബിലും വരുമാനമൊന്നും കിട്ടുന്നൊന്നുമില്ല.
പക്ഷേ നമ്മളൊക്കെ ശ്രമിക്കുന്നത് എന്താ, യൂട്യൂബ് ചാനലിലെ ആൾക്കാരും എല്ലാവരും ശ്രമിക്കുന്ന ഓരോ വീഡിയോ ഇടുന്നതും ഒരുപാട് ആൾക്കാർ കാണാനും വാച്ച് അവർ കിട്ടാനും മറ്റുള്ള കാര്യങ്ങൾ കിട്ടാനും സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും. അപ്പം മുതുകാട് എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ ചെയ്യുന്നതിനോ, നിങ്ങൾ പറയുന്ന മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് പൈസ വാങ്ങുന്നതാണ്, ഓ ഇത്രയും മോട്ടിവേഷൻ ക്ലാസ്സിന് പോയ ആള് ഇങ്ങനെ പൈസ വാങ്ങുകയാണോ ഒക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. എത്ര മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇവിടെ പ്രതിദിനം ഓരോ ടൗണിൽ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പൈസ വെച്ചിട്ടാണ്. ഞാനും പോയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ പറയുന്നില്ല, ഏത് കമ്പനീന്റെ രീതിയിലാണ് പറഞ്ഞില്ല. പക്ഷെ പോകാനായില്ല. 500 രൂപയാണ് എന്നോട് വാങ്ങിയത് ആ ക്ലാസ്സിന് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് വാങ്ങിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ തന്നെയാണ്. എനിക്കിപ്പോ മുതുകാടിനെ വിളിക്കണം പൈസ ഉണ്ടെങ്കിൽ ഞാൻ മുതുകാടിനെ വിളിക്കും. മുതുകാടിനെ വിളിച്ചോട്ടെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട. അല്ലാതെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യം ഫിനാൻസിന്റെ കാര്യമായിരുന്നു പറഞ്ഞത്, അതൊക്കെ തകിടാൻ പറഞ്ഞു. അദ്ദേഹം വെല്ലുവിളിച്ചു നിങ്ങളെ, എന്റെ അവിടേക്ക് വാ, ഫുൾ കണക്കുകൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെതിരെ ഓരോന്നിനെതിരെ നിങ്ങളുടെ ഓരോ കാര്യം നിങ്ങൾ കൊണ്ടുവരുന്നേരം തകർന്ന് തരിപ്പണമാവുകയാണ്. ആ തകർന്ന് തരിപ്പണമാവുന്നേരം നിങ്ങൾ പുതിയ ഓരോന്ന് എടുത്തു കൊണ്ടുവരികയാണ്. അതിൽ കാര്യമില്ലല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിനെ തകർക്കാനും അവിടെയുള്ള അമ്മമാരുടെ കണ്ണീരിലാണ് നിങ്ങൾ ദാഹിക്കുന്നതെങ്കിൽ ഇത് അപലപനീയം തന്നെയാണ്. ഇത് ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഉത്തരാണ് അവർ തരേണ്ടത്. ആ ഉത്തരം ക്ലാരിറ്റിയോടെയാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഏവർക്കും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത ഏവർക്കും നല്ലൊരു സുദിനം നേരുന്നു. ജയ് ഹിന്ദ്.